ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 12. ദൈവം നമ്മോട് സംസാരിക്കുന്നു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. എനിക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിച്ചു. പലപ്പോഴും അത്തരം കോളുകൾ വോയിസ് മെയിലിലേക്ക് പോകാൻ അനുവദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ ഞാനത് എടുത്തു. വിളിച്ച അപരിചിതനായ ആൾ ഒരു ചെറിയ ബൈബിൾ ഭാഗം പങ്കിടാൻ എനിക്ക് 1 മിനിറ്റ് സമയമുണ്ടോ എന്ന് വിനീതമായി ചോദിച്ചു. ദൈവം എങ്ങനെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുമെന്ന വെളിപ്പാട് 21-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലെ ഭാഗം അദ്ദേഹം ഉദ്ധരിച്ചു. തുടർന്ന് യേശുവിനെ കുറിച്ച് സംസാരിച്ചു. യേശു നമ്മുടെ ഉറപ്പും പ്രത്യാശയുമായിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ രക്ഷകനായ യേശുവിനെ എനിക്കറിയാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ വിളിച്ചയാളിന് എന്നോട് സാക്ഷിക്കുക എന്ന ഉദ്ദേശമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പകരം എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രോത്സാഹനവും ശക്തിയും നൽകണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. ആ വിളി എന്നെ തിരുവെഴുത്തിലെ മറ്റൊരു വിളിയെ ഓർമ്മിപ്പിച്ചു. ദൈവം അർദ്ധരാത്രിയിൽ ശമൂവേലിനെ വിളിച്ചു. വൃദ്ധ പുരോഹിതനായ ഏലിയാണെന്ന് കരുതി ശമൂവേൽ 3 പ്രാവശ്യം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവസാനമായി ഏലിയുടെ നിർദ്ദേശപ്രകാരം ദൈവം തന്നെ വിളിക്കുകയാണെന്ന് ശമൂവേൽ മനസ്സിലാക്കി. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് അവൻ പ്രതിവചിച്ചു. അതുപോലെ നമ്മുടെ ദിനരാത്രങ്ങളിൽ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കാം. നാം ഫോൺ എടുക്കണം. അതിനർത്ഥം അവൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുക എന്നതാണ്. തുടർന്ന് ഞാൻ മറ്റൊരു വിധത്തിൽ വിളിയെക്കുറിച്ച് ചിന്തിച്ചു. നമ്മൾ ചിലപ്പോൾ മറ്റൊരാൾക്കുള്ള ദൈവവചനങ്ങളുടെ സന്ദേശവാഹകരായാലോ? മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മാർഗവുമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം നമ്മെ നയിക്കുന്നത് പോലെ നമുക്ക് ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്ത് ചോദിക്കാം, ഇന്ന് ഞാൻ താങ്കളോടൊപ്പം പ്രാർത്ഥിക്കട്ടെ. ചിന്തിക്കുക. ഈയിടെ ഒരാൾ നിങ്ങളുമായി എന്ത് പ്രോത്സാഹന സന്ദേശമാണ് പങ്കിട്ടത്? നിങ്ങളിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ ആരെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ദൈവത്തിന് മഹത്വം.